നമ്മളുടെ അടുത്ത ടോപ്പിക് എ സി ത്രൂ എ പ്യുവർ കപ്പാസിറ്റർ. മുമ്പിലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ എ സി ത്രൂ റെസിസ്റ്റൻസ് കണ്ടു. അതിനുശേഷം പ്യുവർ ഇൻഡക്റ്റൻസ് കണ്ടു. നമുക്ക് മനസ്സിലായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്യുവർ റെസിസ്റ്റർ സർക്യൂട്ടിലാണെങ്കിൽ എ സി വേവ് ഫോം, അതായത് വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ വേവ് ഫോമിൽ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, അത് രണ്ടും ഇൻ ഫേസിലാണ്. പ്യുവർ ഇൻഡക്ടറിലാണെങ്കിൽ നമുക്ക് കണ്ടത് കറണ്ട് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ബാക്കിലാണ്, ലാഗ് ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്യുവർ കപ്പാസിറ്ററാണ്. നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ വോൾട്ടേജ് വി എ സി സപ്ലൈ ആണ് വി എം സൈൻ ഒമേഗ ടി നമ്മൾ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്തു. ഒരു പ്യുവർ കപ്പാസിറ്റർ വെച്ചു. ആ കപ്പാസിറ്ററിൻ്റെ ടെർമിനൽസിനൊന്നും റെസിസ്റ്റൻസോ ഒന്നുമില്ല, ഇൻഡക്റ്റൻസോ ഒന്നുമില്ല, പ്യുവർ കപ്പാസിറ്ററാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സോഴ്സിൽ നിന്ന് കപ്പാസിറ്ററിലേക്കാണ്, തിരിച്ച് റിട്ടേൺ സോഴ്സിലേക്ക് തന്നെ വരുന്നു. അപ്ലൈഡ് വോൾട്ടേജ് നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. കറണ്ടിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്, ഐ ഇസ് ഈക്വൽ ടു സി ഡി വി ബൈ ഡി ടി. ഇത് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷനാണ്. ഐ ഇസ് ഈക്വൽ ടു സി ഡി വി ബൈ ഡി ടി, അതായത് കറണ്ട് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്. നമ്മളതെടുത്തു. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ടിന് ഐ തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ടേം ഉണ്ട്, ഡി വി ബൈ ഡി ടി അല്ലേ. വി എന്താണെന്ന് നമുക്കറിയാം, വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ വി എം സൈൻ ഒമേഗ ടിയെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ പോകുന്നത്. ഐ ഇസ് ഈക്വൽ ടു സി ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം നമ്മൾ വി എം സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സി വി എം കോൺസ്റ്റൻ്റ് ആണ്, വി എമ്മിനെ പുറത്തെടുത്തു, ഡിഫറൻസിയേഷൻ്റെ പുറത്തെടുത്തു. സി വി എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. സൈൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് കോസ് ആണെന്നറിയാം, പക്ഷേ ഇവിടെ നമുക്ക് ഒമേഗ ടീനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്, സൈൻ ഒമേഗ ടി അല്ലേ. അപ്പോൾ നമ്മൾ ഒമേഗ നമുക്ക് എന്ത് ചെയ്യും? പുറത്ത് വരും. വി എം സി ഒമേഗ സൈനിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് കോസ് ഒമേഗ ടി കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷനെ കിട്ടിയത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സൈനിൻ്റെ ടേമിലാണുള്ളത്, കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസിൻ്റെ ടേമിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സൈനിൻ്റെ ടേമിലേക്ക് മാറ്റുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ വി എം സി ഒമേഗ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 90 പ്ലസ് തീറ്റയാണ്. സൈൻ 90 മൈനസ് തീറ്റയും സൈൻ 90 പ്ലസ് തീറ്റയും അത് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇതിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ അങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഈ ഒരു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് പറയുന്ന ടേം അതെന്തായാലും ഒരു കറണ്ടിൻ്റെ ടേമല്ല, അതൊരു സൈൻ ആംഗിൾ ആയിട്ടുള്ളൊരു ടേമാണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്, സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്, വി എം എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിന് കറണ്ടിലേക്ക് വരണമെങ്കിൽ, ഇത് ഐ എന്ന് പറയുന്ന ടേമിലേക്ക് ആവണമെങ്കിൽ ഈ ഒരു ടേം എന്തായാലും ഐ ആവണം അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു? വി എം ഡിവൈഡഡ് ബൈ 1/c ഒമേഗ എന്ന് എഴുതി അല്ലേ. ഇത് 1/c ഒമേഗ, വി എം ഡിവൈഡഡ് ബൈ 1/c ഒമേഗ എന്ന് പറയുന്നതും വി എം സി ഒമേഗ എന്ന് പറയുന്നതും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ വി എം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സംതിങ് എന്ന് പറയുന്ന ടേമിലേക്ക്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന റിയാക്റ്റൻസ് എന്ന് പറയുന്ന ടേമിലേക്ക് നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ടേമിനെ നമ്മൾ ഐ എം ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐ എം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് നമുക്ക് കിട്ടി. വേറെ ഐ എം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ടേമാണ്, വി എം ഡിവൈഡഡ് ബൈ 1/c ഒമേഗ. ഇനി റിയാക്റ്റൻസ് എന്ന് പറയുന്നത്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് സി എന്ന് പറയുന്നത് 1/c ഒമേഗയാണ് അല്ലേ. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസ് ആണ് കറണ്ട് വരിക. അപ്പം റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1/c ഒമേഗ, വോൾട്ടേജ് ഡിവൈഡ് ബൈ സംതിങ് എന്ന് പറയുന്നത് ഈ ഒരു ടേമാണ്. അപ്പോൾ ഇതാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന ടേം അല്ലേ. അപ്പോൾ അത്രയും നമുക്ക് കിട്ടി. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് സൈൻ ഈക്വേഷൻ നോക്കുകയാണെങ്കിൽ വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ വോൾട്ടേജ്. കറണ്ടിൻ്റെ ടേം നോക്കുകയാണെങ്കിൽ ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പം എന്താ പറയുന്നത്? ഇത് രണ്ടും ഫേസിലല്ല, സെയിം ഫേസിലല്ല, ഒമേഗ ടിക്ക് അനുസരിച്ചല്ല മാറുന്നത്. വോൾട്ടേജ് ഒമേഗ ടിക്ക് അനുസരിച്ച് മാറുമ്പോൾ കറണ്ട് മാറുന്നത് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് വോൾട്ടേജിനേക്കാൾ.
അത് നമ്മൾ ഇക്വേഷനിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യം ഏത് വേവ് ഫോമാണ് നമ്മൾ വരക്കേണ്ടത്? ആദ്യം നമ്മൾ ഇവിടെ വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ് നമ്മൾ ആദ്യം ഇവിടെ വരക്കേണ്ടത്. ഇവിടെ നമ്മൾ വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ് ആദ്യം നമ്മൾ വരക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറണ്ടിൻ്റെ വേവ് ഫോം വരക്കണം. ആദ്യം കറണ്ടിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത് റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും നമ്മൾ എന്തിൽ വരക്കണം? ബാക്കിലാണ് ആരുടെ വേവ് ഫോം വരക്കേണ്ടത്? വോൾട്ടേജിൻ്റെ വേവ് ഫോം വരക്കേണ്ടത്. കാരണം ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റെഫറൻസ് ആക്കി കറണ്ടിനെ നമ്മൾ വരച്ചു. എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, ഏതിനെ റെഫറൻസ് ആക്കി വരച്ചാലും ആര് ലീഡ് ചെയ്യുന്ന പോലെ വരക്കണം? കറണ്ട് ലീഡ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ വരക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ വേവ് ഫോം എന്ന് പറയുന്നത് കറണ്ടും റെഡ് കളർ എന്ന് പറയുന്നത് വോൾട്ടേജുമാണ്. അപ്പോൾ നമുക്കറിയാം കറണ്ടിനേക്കാളും ബാക്കിലാണ് വോൾട്ടേജ് ഉള്ളത്. അതായത് കറണ്ട് 0 ഡിഗ്രിയിൽ 0 ക്രോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ 90 ഡിഗ്രി ശേഷമാണ് വോൾട്ടേജ് 0 ക്രോസ് ചെയ്യുന്നത്. ഇവിടെ അതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് പോകുന്നത് കറണ്ട് ആദ്യം പോകുന്നു, അതിനുശേഷം 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വോൾട്ടേജ് പോകുന്നത്. അപ്പോൾ ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. സെയിം ആയിട്ട് പ്യുവർ ഇൻഡക്ടറിനെ വെച്ച് നോക്കുമ്പോൾ സെയിം തന്നെയാണ്. കറണ്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലുള്ള ഒരു ഡിഫറൻസ്. അവിടെ വോൾട്ടേജ് ആയിരുന്നു ലീഡ് ചെയ്യുന്നത്. ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ന്യൂമറിക്കൽ പ്രോബ്ലം 1. പ്രോബ്ലം ഇതാണ്: എ 220 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് sinusoidal voltage produces a current of 2.2 ampere in a purely inductive coil. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്യുവർ കപ്പാസിറ്ററോ പ്യുവർ റെസിസ്റ്ററോ അല്ല, പ്യുവർ ഇൻഡക്റ്റീവ് ആണ്. ഡിറ്റർമിൻ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഏതാ? XL. അതുപോലെ തന്നെ ഇൻഡക്റ്റൻസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? L കണ്ടുപിടിക്കണം. പവർ അബ്സോർബ്ഡ്. ഫോർത്ത് വൺ, എക്സ്പ്രഷൻ ഫോർ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് ഈസിയായി പറയാം, അല്ലേ? പവർ അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഇൻഡക്റ്റീവ് കോയിൽ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ പവർ അബ്സോർബ്ഡ് 0 ആയിരിക്കും. കാരണം നമ്മളത് ആ സമയത്ത് കണ്ടിട്ടുണ്ട്, അല്ലേ? റെസിസ്റ്ററിൻ്റെ കേസിൽ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരുന്നു, ഇൻഡക്ടറിൻ്റെ കേസിൽ പോസിറ്റീവ് നെഗറ്റീവും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പവർ എടുക്കുമ്പോൾ ഈക്വൽ ആയിരിക്കും അത്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ പവർ അബ്സോർബ്ഡ് 0 ആണ്. നമ്മൾ നോക്കാം. ആദ്യം നമുക്ക് ഒരു സർക്യൂട്ടിൽ വെച്ച് നോക്കുമ്പോൾ, ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്നുള്ളതാണ് റെസിസ്റ്റീവ് സർക്യൂട്ടിൽ, I ഇൻറ്റു Z എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. ഇവിടെ നമുക്ക് Z എന്താണെന്ന് നമുക്കറിയാം. Z ഈസ് ഈക്വൽ ടു R പ്ലസ് JXL ആണ്. R 0 ആണ്. അപ്പം Z കണ്ടുപിടിക്കാം. Z എന്ന് പറയുന്നത് റിയാക്റ്റൻസ് തന്നെയാണ്. അപ്പം നമുക്ക് റിയാക്റ്റൻസ് XL ഈസ് ഈക്വൽ ടു Z ഈസ് ഈക്വൽ ടു V/I എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ ഇരിക്കുന്നത്. XL ഈസ് ഈക്വൽ ടു Z ഈസ് ഈക്വൽ ടു V/I. V നമുക്ക് തന്നിട്ടുണ്ട് 220 വോൾട്ട് ആണ്. 220 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 220 വോൾട്ട് ഡിവൈഡഡ് ബൈ 2.2 നമുക്ക് 100 ഓം എന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം ആണെന്ന് നമുക്ക് കിട്ടി. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇൻഡക്റ്റൻസ് കിട്ടാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു 2πfL. നമുക്ക് തന്നിരിക്കുന്നത് XL നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 2π നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്. എഫ് നമുക്ക് തന്നിട്ടുണ്ട് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി നമ്മൾ AC സപ്ലൈയിൽ ഇവിടെ ഫ്രീക്വൻസി നമുക്ക് 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 50 ഹെർട്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ L ഈസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ 2πf എന്ന് നമ്മൾ എഴുതി. XLൻ്റെ വാല്യൂ 100 ഓം ആണ്. 2π ഇൻറ്റു 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി. 50 ഹെർട്സ് ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആൻസർ എന്ന് പറയുന്നത് 0.318 ഹെൻറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടോപ്പിക്ക് പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പവർ എന്ന് പറയുന്നത് 0 ആണ്. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്കോയിൽ, പ്യുവർലി കപ്പാസിറ്റീവിലും 0 ആക്കി നമുക്ക് എടുക്കും. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? എക്സ്പ്രഷൻ ഫോർ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ നമുക്കറിയാം സൈൻ വേവ് എന്ന് പറയുന്നത് Vm sin ωt ആണ്. ഇത് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സൈൻ വേവിന് ഫോളോ ചെയ്യുന്ന ഇക്വേഷനാണ്. ഇതിനകത്ത് Vm എന്താണെന്ന് എഴുതണം, ഒമേഗ എന്താണെന്ന് എഴുതണം. അത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? Vm എന്ന് പറയുന്നത് നമുക്ക് RMS വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ RMS ഇൻറ്റു √2 ആണ് നമ്മൾ എടുക്കേണ്ടത്. മാക്സിമം വാല്യൂ കാണാൻ VRMS ഇൻറ്റു √2. അപ്പോൾ അതാണ് നമ്മൾ എഴുതുന്നത്. VRMS ഇൻറ്റു √2 ആണ് നമ്മളിവിടെ എഴുതിയത്. 220 വോൾട്ട് RMS വാല്യൂ 220 ആണ്. 220 ഇൻറ്റു √2 സൈൻ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്, അല്ലേ? ഒമേഗയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? 2πf.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 2π ഇൻറ്റു എഫ് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ് 50 ഇൻറ്റു ടി എന്ന് എഴുതി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 311.13 സൈൻ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 100 ഇൻറ്റു പൈ 3.14 ആണ് 3.14 ഇൻറ്റു 100 314 ടി എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ അപ്പോൾ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ഇതാണ് ഈ ഒരു ടേമാണ് നമുക്ക് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷനായി കിട്ടിയത് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഐ എം സൈൻ ഒമേഗ ടി മൈനസ് π/2 ആണ് എന്തുകൊണ്ടാണ് മൈനസ് π/2 ആണെന്നത് കറണ്ട് ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ട് ലാഗിങ് ആണ് അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് π/2 എഴുതുന്നത് ഇനി ഐ എമ്മിൻ്റെ വാല്യൂ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 2.2 ആംപിയർ സോറി ആർ എം എസ് വാല്യൂ ആണ് നമുക്ക് 2.2 ആംപിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഐ എം കണ്ടുപിടിക്കാൻ 2.2 ഇൻറ്റു √2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം സൈൻ നേരത്തെ പറഞ്ഞ പോലെ ഒമേഗ കണ്ടുപിടിക്കാൻ 2πf നമ്മൾ എടുക്കണം 314 തന്നെ കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3.11 സൈൻ 314 ടി മൈനസ് π/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും പിന്നെ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസാണ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും